തൃത്താലയിൽ ബൽറാമിനെതിരെ വി.ടി. ബൽറാമിനെതിരെ കോൺഗ്രസിന്റെ പടയൊരുക്കം. വി.ടി. ബൽറാം ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ മാത്രം പ്രവർത്തിക്കുന്നുവെന്നാണ് ആരോപണം ഉയരുന്നത്. കഴിഞ്ഞ ദിവസമാണ് കെ കരുണാകരൻ ഫൗണ്ടേഷന്റെ പേരിൽ പുതിയ ഗ്രൂപ്പ് രൂപീകരണം നടന്നത്. പാലക്കാട് നിന്ന് ഗോകുൽ വി എസ് ആണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. ഗോകുൽ, തൃത്താലയിൽ കടുത്ത തീപാറുന്ന പോരാട്ടമാണ്. എം.പി. രാജേഷ് വേഴ്സസ് വി.ടി. ബൽറാമിന് വീണ്ടും കളമൊരുങ്ങുമ്പോൾ വി.ടി. ബൽറാമിനെതിരെ കോൺഗ്രസിൽ തന്നെ പ്രവർത്തകർക്കിടയിൽ പരാതികളുണ്ടോ? എന്താണ് ആ പരാതി? അതായത് കെ കരുണാകരൻ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് കോൺഗ്രസ് തൃത്താലയ്ക്കുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയാണ് ഇത്തരത്തിലൊരു വി.ടി. ബൽറാമിനെതിരെ വലിയ രീതിയിലൊരു വിമർശനം അവർ ഉന്നയിക്കുന്നത്. വി.ടി. ബൽറാം ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. പാർട്ടി പ്രവർത്തകരുമായി യാതൊരു തരത്തിലുള്ള ആശയവിനിമയം നടത്തുകയോ പാർട്ടിക്ക് അതീതമായി തന്നെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്, പാർട്ടിക്ക് വഴങ്ങുന്ന ഒരാളല്ല തുടങ്ങിയ വിമർശനങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. പാർട്ടി പ്രവർത്തകരെ വിശ്വാസത്തിലെടുക്കാത്ത ബൽറാമിന്റെ ഏകാധിപത്യ രീതി അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഈ ഗ്രൂപ്പ് യോഗത്തിൽ വിമർശനമുണ്ടായി. കഴിഞ്ഞ ദിവസമാണ് ഈ ഗ്രൂപ്പ് യോഗം അവർ ചേർന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തൃത്താലയിലെ കോൺഗ്രസ് ഗ്രൂപ്പ് തർക്കമായിരുന്നു ബൽറാമിന്റെ തോൽവിക്ക് കാരണമെന്നും ഈ ഗ്രൂപ്പ് യോഗത്തിൽ ചർച്ചയായി ഉയർന്നു. ശരി, ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ മാത്രമാണ് വി.ടി. ബൽറാം പ്രവർത്തിക്കുന്നതെന്ന് എന്നുള്ള ഒരു ആരോപണം, ഒരു പരാതിയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്.